നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാണുന്നവർ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ആദ്യം തന്നെ പറയാം, ഇപ്പോൾ +1 തോറ്റ കുട്ടികൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വീഡിയോ. +1 തോറ്റ കുട്ടികൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അയ്യോ ഞങ്ങളുടെ എല്ലാം പോയി, ഞങ്ങൾക്ക് ഇനിയും ഭാവി ജീവിതമില്ല, ഞങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ കിട്ടത്തില്ല. എല്ലാ അഡ്മിഷനും കിട്ടും. കാരണം ജൂൺ ആദ്യം പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ ഏത് കോളേജിലാണോ, വിദേശത്തോ ഇന്ത്യക്കകത്തോ കേരളത്തിനകത്തോ എല്ലാം അത് കഴിഞ്ഞതിന് ശേഷമൊക്കെയുള്ള അഡ്മിഷനും എല്ലാം എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം നിങ്ങൾ അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ഈ മെയ്യിൽ വരുന്ന എക്സാം, മെയ് അവസാനം ജൂണിൽ വരുന്ന എക്സാം, ജൂൺ ആദ്യമായിരിക്കും എക്സാം. ഇപ്പം മെയ് 5 ഒറ്റ മാസം പോലും ഇല്ല. അത് പഠിച്ച് നിങ്ങൾ എഴുതി എടുത്തിരിക്കണം. പല കുട്ടികളുടെയും സംശയത്തിനുള്ളത് പെട്ടെന്ന് ഞാൻ മറുപടി പറയാം. ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, എനിക്ക് വാട്സപ്പിനകത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഇട്ട് ഇതിനുള്ള മറുപടി പറയാമെന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. കാരണം 10,000 മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതിന് ഞാൻ തിരിച്ച് മറുപടി അയക്കത്തേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പോയ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, നിങ്ങൾക്ക് പോയ സബ്ജക്ട്സ് ഏതാണെങ്കിൽ ആ സബ്ജക്ട്സിന് നമ്മൾ 100% നിങ്ങളെ ജയിപ്പിച്ചിരിക്കും എന്നുള്ള സംശയം വേണ്ട. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിരിക്കും. അത് അടുത്ത ദിവസം തന്നെ തുടങ്ങി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നിരിക്കും എന്നുള്ള സംശയം വേണ്ട. അതിനകത്ത് 100% ഗ്യാരണ്ടിയാണ്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞില്ല 100% കുട്ടികളൊന്നും ജയിച്ചിട്ടില്ല സെയിൽ. കഴിഞ്ഞ വട്ടം പക്ഷേ 99% നമുക്ക് എടുത്തു പറയാം കുട്ടികൾ 1 മാർക്കുള്ള കുട്ടി പോലും ജയിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കരുത്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റത്തേ ഇല്ല. വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തോറ്റ കുട്ടികൾ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ്, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിട്ട് കൃത്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ വളരെ കുറച്ച് സമയം കൊണ്ട്. കാരണം പുത്തൻ പാറ്റേൺ ആണ്, അടിവരായിട്ട് പറയാം, പുത്തൻ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ +2 ഇപ്പം വന്നേക്കുന്നത്. ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുമ്പം പഴയ രീതികളൊന്നും പറ്റൂല. പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നാൽ അതനുസരിച്ച് നമ്മളും അധ്യാപകരും പുത്തനായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വേണം നിങ്ങൾക്ക് തരാൻ. അതെല്ലാം റെഡിയാണ്. അതൊക്കെ റെഡിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ടെൻഷനും വേണ്ട. വളരെ തുച്ഛമായ പൈസയിൽ സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേപ്പറുകളെല്ലാം എത്ര പേപ്പർ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതായത് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട സമയമല്ല, പക്ഷെ കാര്യഗൗരവമായിട്ട് എടുക്കണം. കാരണം ഈ പിന്നെ വീണ്ടും നമുക്കൊരു അവസരം കിട്ടുന്ന പിന്നെന്തുവാ, 1 വർഷം കഴിയും. അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ്യിലൊക്കെ മാർച്ച് പരീക്ഷ നടന്ന് മെയ് റിസൾട്ട് 1 വർഷം കഴിയും. അന്നേരം അതിന് പകരം ഇപ്പം നിങ്ങളുടെ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ എല്ലാ കുട്ടികളും ജയിച്ചിരിക്കണമെന്നാണ് ഒരു അധ്യായം എന്നുള്ള രീതിയിൽ നമ്മളും ആഗ്രഹിക്കുന്നു. കാരണം തോറ്റ കുട്ടികളുടെ കൈ പിടിക്കാൻ പലപ്പോഴും ആരും കാണത്തില്ല. കുറ്റങ്ങൾ പറയാൻ ഒരുപാട് പേര് കാണും. അത് ബന്ധുക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, എല്ലാവരും കാണും. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ജയിച്ചവരുടെ നല്ല കാര്യം. തോറ്റിട്ടുണ്ടെങ്കിൽ കൈ പിടിച്ച് കയറ്റണം. പക്ഷെ ഒരുപാട് അധ്യാപകർ എഫേർട്ടാണിത്. ഒരുപാട് അധ്യാപകർ കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്ത് ഏറ്റവും പുതുതായിട്ടുള്ള വളരെ കുറച്ച് സമയം 5 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂർ, 6 മണിക്കൂറിക്കുള്ളൊന്നുമില്ല മൊത്തത്തിൽ ഒരു വിഷയം. അത് ഏത് വിഷയമായാലും. പക്ഷെ ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ജയിക്കും. അത് മാത്രം മതി. ഒരു ദിവസം ഈ ഇഷ്ടം പോലെ സമയം ഇപ്പോൾ ഉണ്ട്. നാളെ മറ്റന്നാളെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകും. അന്നേരം നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് സ്കോർ ചെയ്ത് ഉറപ്പായിട്ടും വിജയിക്കുക എന്നുള്ള സംശയം വേണ്ട. അതിനകത്ത് പബ്ലിക്കായിട്ടല്ല ഉള്ളൂ നമ്മൾ പറയുന്നത്. നമ്മൾ എത്ര വർഷമായിട്ട് നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഫോട്ടോസ്, കുട്ടികളുടെ ഫോട്ടോസ് ഞാൻ പറഞ്ഞു 1 മാർക്ക് മേടിച്ചിട്ടുള്ള ഒരു 60, 55, 58 മാർക്ക് മേടിച്ചിട്ട് A+ മേടിച്ച എത്രയോ കുട്ടികൾ, ഡബിൾ പാസ് മാർക്ക് മേടിച്ച എത്രയോ കുട്ടികൾ. നമുക്ക് സന്തോഷമില്ലൊരു അധ്യാപനം എന്നുള്ള രീതി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അല്ല ചുമ്മാതെ മെസ്സേജ് അയക്കരുത്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +1 +2 ഏത് സബ്ജക്ട്സ് ആണ് നിങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകളും അടുത്ത ദിവസങ്ങളിൽ തുടങ്ങും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും. ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ തുടങ്ങും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അടുത്ത മാസം എഴുതി ജയിക്കാം കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഒരു കുഞ്ഞുങ്ങൾക്കും റിസൾട്ട് വരുമ്പോൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ കിടക്കുക. ജയിച്ചിരിക്കും. നെവർ എവർ give up.